എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 9ാമത്തെ സർഗത്തിലെ 129, 130 എന്നീ 2 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. 2 ശ്ലോകങ്ങളിലും ഉപജാതിവൃത്തം തന്നെയാണുള്ളത്. ഇവിടെ ജരാസന്ധൻ്റെ ഒരു അവസ്ഥയും ശ്രീകൃഷ്ണൻ്റെ വിജയശ്രീലാളിതമായിട്ടുള്ള അവസ്ഥയും ഒക്കെയാണ് വർണ്ണിക്കുന്നത്. നമുക്ക് ആദ്യം 129ാമത്തെ ശ്ലോകം നോക്കാം. ഗത്വാരണശ്രീഗണികാം സമൂഢോ വിലുപ്ത സർവസ്വതയാ വിഷണ്ണ ജഗാമലജ്ജാവനതേന മൂർധ്ന പ്രവേഷ്ടുമിച്ഛന്നിവ ഗർഭമുർവ്യ. ആദ്യം പദച്ഛേദം പറയാം. ഗത്വാ രണശ്രീഗണികാം സ മൂഢ വിലുപ്ത സർവസ്വതയാ വിഷണ്ണ ജഗാമ ലജ്ജാവനതേന മൂർധ്ന പ്രവേഷ്ടം ഇച്ഛൻ ഇവ ഗർഭം ഉർവ്യാഹ. ഇവിടെ ജരാസന്ധനെ പറ്റിയിട്ടാണ്. ജരാസന്ധൻ എങ്ങനെയാണ് അവിടെ നിന്ന് തിരിച്ചു പോയത് എന്നുള്ളത് പറയാണ്. സ മൂഢ, ആ മൂഢനായിട്ടുള്ള ഒരു മുന്നും പിന്നും ആലോചിക്കാതെ എടുത്തു ചാടി പ്രവർത്തിക്കുന്നവനായിട്ടുള്ള ആ ജരാസന്ധൻ. അതുകൊണ്ടാണ് ആദ്യത്തെ കഴിഞ്ഞ ദിവസത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് പശൂപമനാണ്, അയാളെ ഒന്നിനും കൊള്ളില്ല എന്ന്. എടുത്തു ചാടി പ്രവർത്തിക്കുന്ന ഒരാൾ മാത്രമാണ്. പ്രത്യേകിച്ച് അയാളെ വധിച്ചു എന്നുള്ളത് കൊണ്ട് ഒരു ഗുണമൊന്നുമില്ല. മറ്റുള്ളവരെയൊന്നും സ്വാധീനിക്കാനുള്ള കഴിവില്ല. അവരവർക്ക് ദേഷ്യം വന്നു, അപ്പം കയറി ആക്രമിച്ചു. അങ്ങനെയുള്ള ഒരാളാണ് ജരാസന്ധൻ. അപ്പോൾ അങ്ങനെയുള്ള മൂഢനായിട്ടുള്ള ജരാസന്ധൻ രണശ്രീ ഗണികാം ഗത്വാ വിലുപ്ത സർവസ്വതയാ വിഷണ്ണ. രണശ്രീ ഗണിക, രണശ്രീ എന്ന് പറഞ്ഞാൽ വിജയശ്രീ. യുദ്ധത്തിൽ ആരാണോ ജയിക്കുന്നത് അവരുടെ കൂടെ ഉണ്ടാവുന്നതായ ശ്രീ, ഐശ്വര്യം, സമ്പത്ത്, അതിനെയാണ് രണശ്രീ എന്ന് പറയുന്നത്. ഈ യുദ്ധത്തിലൊക്കെ ആരാണോ മിടുക്കന്മാരായിട്ടുണ്ടാവുന്നത് അവരുടെ കൂടെ എപ്പോഴും ഐശ്വര്യവും വിജയവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ രണശ്രീ ഗണിക, അവളെ ഒരു ഗണികയായിട്ട് ഇവിടെ കണക്കാക്കുകയാണ്. രണശ്രീ തന്നെയാണ് ഗണിക, രൂപകാലങ്കാരാണ്. അപ്പോൾ ആ ഗണികയുടെ അടുത്തേക്ക് ചെന്നു ആരാണ്? ജരാസന്ധൻ. അവൾ ഗണികയായത് എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ഒരുറപ്പുമില്ല ആരുടെ കൂടെയാണെന്ന് പോവുക എന്നുള്ളതിന്. മിടുക്കന്മാരായിട്ടുള്ള ആൾക്കാർ വിളിക്കുമ്പോൾ അവരുടെ കൂടെ പോവും. നല്ല കേമന്മാരായിട്ടുള്ള വീരശൂര പരാക്രമികളായിട്ടുള്ള ആൾക്കാർ യുദ്ധം ചെയ്യുമ്പോൾ പിന്നെ ഇപ്പുറത്തെ പക്ഷത്തായിരുന്നുവെങ്കിലും രണശ്രീ അപ്പോൾ തന്നെ വീരൻ്റെ കൂടെ പോയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതിനൊരു തീർച്ചയായും തീരുമാനമൊന്നും ഇല്ലാത്തത് കൊണ്ട് അവളെ ഒരു ഗണികയായിട്ട്, ഒരു വേശ്യയായിട്ടാണ് ചിത്രീകരിക്കുക. അപ്പോൾ ഇവിടെ കവി പറയാണ്, അതിൻ്റെ അടുത്ത് വരെ എത്തി, ആ രണശ്രീയുടെ അടുത്തേക്കൊക്കെ പോയി എങ്കിൽ പോലും അവൾക്ക് വേണ്ടതൊന്നും കൊടുക്കാൻ അയാൾക്ക് സാധിച്ചില്ല ജരാസന്ധന്. അതാണ് വിലുപ്ത സർവസ്വതയാ വിഷണ്ണ. രാജ്യവും കഴിവും വേറൊരാളെ ആക്രമിച്ച് തൻ്റെ കയ്യിൽ എല്ലാം ഉണ്ട് എന്ന് തോന്നുമ്പോഴല്ലേ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ പറയാണ് തോറ്റവന് എന്തുകൊണ്ടാണ് തോൽവി വന്നത്? രണശ്രീ ഗണികയെ സന്തോഷിപ്പിക്കാൻ പറ്റാഞ്ഞത്. ഒരു ഗണികയെ സന്തോഷിപ്പിക്കണമെങ്കിൽ അവൾക്ക് വേണ്ടതൊക്കെ കൊടുക്കണം. ശാരീരികമായിട്ടുള്ള സൗഖ്യങ്ങളും കൊടുക്കണം, ഭൗതികമായിട്ടുള്ള സൗഖ്യങ്ങളും കൊടുക്കണം. വസ്തുവകകൾ, കാശ്, വസ്ത്രം തുടങ്ങിയിട്ട് എന്തൊക്കെയാണ് കൊടുത്താലും അതിന് മതിയാവുക വെച്ചാൽ അതൊക്കെ കൊടുക്കണം. പക്ഷേ ഈ ജരാസന്ധൻ്റെ അവസ്ഥ ഇപ്പം എന്തായിരുന്നു എന്നുണ്ടെങ്കിൽ എല്ലാം കയ്യിൽ നിന്ന് പോയി. വിലുപ്ത സർവസ്വ, അയാളുടെ കയ്യിലൊന്നും പിടിച്ചിട്ട് കിട്ടിയില്ല. യുദ്ധം പൊളിഞ്ഞു പോക്കായി. അതായത് യുദ്ധത്തിൽ തോൽക്കുകയുണ്ടായത്. അതുകൊണ്ട് രണശ്രീ ഗണിക ജരാസന്ധനെ വിട്ട് വേറെ എവിടേക്കോ പോയി എന്നാണ് പറഞ്ഞു വരണത്. അപ്പോൾ ശ്രീകൃഷ്ണൻ്റെ കൂടെ പോയിട്ടുണ്ടാവുമല്ലോ ഗണിക. ഇവിടെയും അപ്പോൾ ഒരു ഗണികയുടെ അടുത്തേക്ക്, ഒരു വേശ്യയുടെ അടുത്തേക്ക് ഒരാൾ പോയിട്ട് അവളെ തൃപ്തിപ്പെടുത്താൻ പറ്റാതെ ഒരു മൂഢനായിട്ട് തിരിച്ചു വന്ന പോലെയാണ് വർണ്ണിക്കുന്നത്. അതാണ് രണശ്രീ ഗണികാം ഗത്വാ വിലുപ്ത സർവസ്വതയാ വിഷണ്ണ. അതുകൊണ്ട് വിഷണ്ണനായിട്ട് വേണ്ടതുപോലെ അവളുമായിട്ട് രമിക്കാനൊന്നും സാധിക്കാതെ പോകുന്ന ഒരുവനെ പോലെയായി ജരാസന്ധൻ യുദ്ധത്തിൽ ശ്രീകൃഷ്ണനുമായിട്ട് യുദ്ധം ചെയ്ത് പരാജയപ്പെട്ടപ്പോൾ. എന്നിട്ടോ ലജ്ജാവനതേന മൂർധന, നാണക്കേട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് തല കുനിയും. ലജ്ജ അവനതേന, ലജ്ജ കൊണ്ട് കുനിഞ്ഞു പോയതായ മൂർധന, ശിരസ്സോട് കൂടിയിട്ട് ഉർവ്യാഹ ഗർഭേ പ്രവേഷ്ടുമിച്ഛന്നിവ ജഗാമ. ഇനി ഭൂമുഖത്തൊന്നും ജീവിച്ചിരിക്കേണ്ട, ഭൂമിയുടെ ഉള്ളിലേക്ക് എവിടേക്കെങ്കിലും പോയാൽ മതി എന്നുള്ളൊരു തോന്നലുമായിട്ട്. അതാണ് ഉർവ്യാഹ ഗർഭം, ഭൂമിയുടെ അകത്തേക്ക് എവിടേക്കെങ്കിലും. അതായത് നമ്മൾ പറയുമല്ലോ, നാണക്കേട് വരുമ്പോൾ ഭൂമി തുറന്ന് താഴത്തേക്ക് എവിടെയെങ്കിലും പോയി ഒളിച്ചിരുന്നാൽ മതിയായിരുന്നു എന്ന് തോന്നുന്ന ഒരവസ്ഥയിലേക്ക് ആയിപ്പോയി. നാണം കെട്ടു. ജരാസന്ധന് ഇങ്ങനെ ഒരു തോൽവിയൊന്നും സാധാരണ പതിവില്ല.
ഒപ്പത്തിനൊപ്പമുള്ള ആൾക്കാരുമായിട്ട് യുദ്ധം ചെയ്യുന്നു, ജരാസന്ധൻ ജയിക്കുന്നു, വിജയശ്രീലാളിതനായിട്ട് തിരിച്ചു പോകണു. അങ്ങനെയാ പതിവ്. മഗധയ്ക്ക് തോൽവിയൊന്നും അങ്ങനെ പറ്റാറില്ല. പക്ഷേ ഈ രണ്ട് ബാലകന്മാർ ചെറിയ കുട്ടികളാണെങ്കിലും അവരോട് യുദ്ധം ചെയ്തിട്ട് അത് മാത്രമല്ല, യുദ്ധം ചെയ്ത് തോൽക്കുക എന്ന് മാത്രമല്ല, കൊല്ലണ്ട എന്ന് പറഞ്ഞിട്ട് ശ്രീകൃഷ്ണനെ തൃണമായിട്ട് കണക്കാക്കിയ ശ്രീകൃഷ്ണൻ്റെ ദയവുകൊണ്ട് രക്ഷപ്പെട്ടു പോരുക എന്ന് പറയും കൂടി ചെയ്യുമ്പോൾ അവിടെയുള്ളതായൊരു നാണക്കേട് പറയേണ്ടതില്ലല്ലോ. അതാണ് ലജ്ജാവനതേന മൂർധന ഉർവ്യാഹ ഗർഭം പ്രവേശിക്കും. ഉർവിയുടെ ഗർഭത്തിലേക്ക് പ്രവേശിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി ഇച്ഛന്നിവ ജഗാമ, അങ്ങനെ പോവലുമുണ്ടായി. അങ്ങനെ തിരിച്ചുപോയി, നാണം കെട്ട് തിരിച്ച് മഗധ രാജ്യത്തിലേക്ക് പോയി എന്നർത്ഥം. ഇനി ശ്രീകൃഷ്ണൻ എന്താണ് ചെയ്തത്, ശ്രീകൃഷ്ണൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് 130-ാമത്തെ ശ്ലോകത്തിൽ പറയാണ്. ശ്ലോകം നോക്കൂ. സസ്യാവതാരേണ കൃതാപരാധേ ഗവീവ തസ്മിൻ നിഗൃഹീതമുക്തേ യദുപ്രവീരസ്യ യശശ്ചലേന ഹാസോ ജജൃംഭേ ഹരിതാം മുഖേഷു. നമുക്കാദ്യം പദച്ഛേദം പറയാം. സസ്യാവതാരേണ കൃതാപരാധേ ഗവി ഇവ തസ്മിൻ നിഗൃഹീതമുക്തേ യദുപ്രവീരസ്യ യശശ്ചലേന ഹാസ ജജൃംഭേ ഹരിതാം മുഖേഷു. പദച്ഛേദം കുറച്ചേ ചെയ്യാനുള്ളൂ. ഇവിടെ ഒരു ഉപമ പറയാണ്. ധാരാളം അലങ്കാരങ്ങൾ ഈയിടെയുള്ള ശ്ലോകങ്ങളിലൊക്കെ പറയുന്നുണ്ട്. ഉപമയുടെ രൂപകണ്ഠമൊക്കെ ധാരാളം വരുന്നുണ്ട്. ഇവിടെ ഒരു ഉപമയിൽ കൂടിയാണ് കാര്യം അവതരിപ്പിക്കുന്നത് കവി. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. സസ്യാവതാരേണ കൃതാപരാധേ ഗവി ഇവ. സസ്യാവതാരം എന്ന് പറഞ്ഞാൽ സസ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചില്ല. ഒരു കാളയെ പറ്റിയിട്ടാണ് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പശു. ഗവീവ, പശുവിൽ എന്ന പോലെ. പശു എന്താ ചെയ്യണത്? നല്ല പുല്ലുള്ള ദിക്കിലേക്കൊക്കെ പോയിട്ട് പുല്ല് തിന്ന് നടക്കും. പശുവിനറിയില്ലല്ലോ ഇത് ആരുടെ പറമ്പാണ്, തൻ്റെ യജമാനൻ്റെ പറമ്പാണോ വേറെ ആരുടെയെങ്കിലും പറമ്പാണോ പാടമാണോ ഇറങ്ങാൻ പാടില്ലാത്ത സ്ഥലമാണോ നെല്ലാണോ, ഇതൊന്നും നോക്കിയിട്ടല്ല പശു തിന്നാൻ നടക്കുക. അങ്ങനെ സസ്യാവതാരം കൊണ്ട്, സസ്യാവതാരേണ, ഈ തിന്നാൻ പാടില്ലാത്ത പുല്ല് അല്ലെങ്കിൽ നെൽച്ചെടികൾ, കൃഷിവർഗ്ഗങ്ങൾ അതിലൊക്കെ ഇറങ്ങിയത് കാരണം, അത് കാരണമായിട്ട് ഹേതുവായിട്ട് പറയുകയാണ്. സസ്യാവതാരേണ കൃതാപരാധേ, അത് ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു എന്നുള്ളത് കൊണ്ട് തെറ്റ് കണ്ടുപിടിച്ചു. ആ പശുവിനെ അവിടെ നിന്ന് വലിച്ചഴച്ച് വേറെ എവിടെയെങ്കിലും കൊണ്ട് കെട്ടും. അതാണ് കൃതാപരാധേ ഗവി ഇവ നിഗൃഹീത മുക്തേ തസ്മിൻ. അപ്പോൾ ഈ കാളയെ എന്തു ചെയ്യും? ആ പറമ്പിൻ്റെ ഉടമസ്ഥൻ, ആ പാടത്തിൻ്റെ ഉടമസ്ഥൻ എവിടെയെങ്കിലും പിടിച്ച് കെട്ടും. എന്നിട്ട് സ്വന്തം ആൾക്കാർ വരട്ടെ, എന്നിട്ട് അവിടെ ഉത്തരവാദിത്തപ്പെട്ടവർ വന്നാൽ മാത്രമേ അഴിച്ച് വിടുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ അവിടെ കിടക്കും. അതാണ് അങ്ങനെ സാധാരണ നാട്ടിൻപുറങ്ങളിൽ ഗ്രാമങ്ങളിലൊക്കെ പണ്ട് ചെയ്തിരുന്നതാണ്. പശുക്കൾ പുല്ല് തിന്ന് വേറൊരാളുടെ പറമ്പിൽ കയറിയിട്ട് നല്ല ആവശ്യമുള്ള ചെടികളൊക്കെ കടിച്ച് പറിച്ച് തിന്നുക. അവരെ അവിടെ തന്നെ കെട്ടിയിടും, വല്ല തെങ്ങുമ്മയും മാവുമ്മയൊക്കെ കെട്ടിയിടും. അവസാനം ഈ ഉടമസ്ഥന്മാർ പശുവിനെ കാണാതെ വരുമ്പോൾ അന്വേഷിച്ച് ഈ പറഞ്ഞ ആരുടെ പുല്ലാണോ തിന്നത്, ആരുടെ പാടത്തെ പുല്ലാണോ തിന്നത്, അവരുടെ അവിടെ എത്തും. അവരുടെ കയ്യിൽ അതിനെ അഴിച്ചു കൊടുക്കുകയും ചെയ്യും. വേറെ പ്രത്യേകിച്ച് ഉപദ്രവിക്കുകയൊന്നുമില്ല. അവരെ അവിടെ മാറ്റിക്കെട്ടും, ഈ പുല്ലിന്ന് മാറ്റിക്കെട്ടും. അത്രയൊക്കെ ചെയ്യാറുള്ളൂ. അപ്പോൾ അതുപോലെയാണ് ഇവിടെ ജരാസന്ധൻ്റെ കാര്യമുണ്ടായതെന്നാണ് കവി പറയണത്. നല്ലൊരു ഉപമ, വളരെ നാട്ടിൻപുറത്ത് കാണുന്നതായിട്ടുള്ളൊരു ദൃശ്യമാണ്. അങ്ങനെ പശുവിനെ അവിടെ ഒരു കയറ് ഇട്ടിട്ട് അവിടെ കെട്ടിയിടും. അത് കഴിഞ്ഞാൽ സന്ധ്യയാകുമ്പോൾ അതിൻ്റെ ഉടമസ്ഥൻ വരുമ്പോഴോ അല്ലെങ്കിൽ അതിൻ്റെ തൊഴുത്തിലേക്ക് പോവാറായി എന്ന് തോന്നുമ്പോൾ അഴിച്ചു വിടുകയും ചെയ്യും. എന്നിട്ട് അതിനെ ആട്ടി തൊഴുത്തിലേക്ക് കയറ്റും. അതുപോലെ നിഗൃഹീത മുക്തേ. നിഗൃഹീത എന്ന് പറഞ്ഞാൽ നല്ല കൃത്യമായി പിടിച്ചു കെട്ടി വച്ചിരിക്കുന്നതും പിന്നീട് മുക്തം അഴിച്ചുവിട്ടതുമായ തസ്മിൻ ജരാസന്ധേ. ജരാസന്ധനെ അങ്ങനെ ആദ്യം പിടിച്ച് കെട്ടിയതായിരുന്നു, പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞിട്ട് അഴിച്ചു വിട്ടു. അതാണല്ലോ ബലരാമൻ ചെയ്തത്. വധിച്ചേനെ, എന്തെങ്കിലും തീവ്രമായിട്ടുള്ള ശിക്ഷ കൊടുത്തേനെ. പക്ഷേ ശ്രീകൃഷ്ണൻ ഇടപെട്ടിട്ട് ജരാസന്ധനെ വിടുവിച്ചു. അതാണ് നിഗൃഹീത മുക്തേ തസ്മിൻ. നാണം കെട്ടിട്ട് തിരിച്ചു പോവുകയാണ്, ഈ കാള അഴിച്ചുവിട്ട പോലെ. അപ്പോൾ ഈ ഉപമകളൊക്കെ തന്നെ പലതവണ പശു കാള എന്നൊക്കെ പറയുന്നുണ്ട്. ജരാസന്ധൻ്റെ ഒരു വിവരക്കേടാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. നിഗൃഹീത മുക്തേ തസ്മിൻ യദുപ്രവീരസ്യ. അപ്പോൾ അയാൾ മഗധയിലേക്ക് തൻ്റെ ബാക്കിയുള്ള സൈന്യങ്ങളെയും കൊണ്ട് പോയിട്ടുണ്ടാവും. പിന്നെ ശ്രീകൃഷ്ണൻ്റെ കാര്യമാണ് കവി പറയണത്. യദുപ്രവീരസ്യ യശശ്ചലേന. യദുപ്രവീരൻ ശ്രീകൃഷ്ണൻ്റെ യശസ് എന്ന വ്യാജേന, അതാണ് യശശ്ചലേന
ഹരിതാം മുഖേഷു ഹാസ ജജൃംഭേ. ദിക്കുകളുടെ മുഖങ്ങളിൽ, ദിങ്മുഖങ്ങളിൽ ഒരു ഹാസം, ഒരു ചെറിയ പുഞ്ചിരി പൊട്ടിവിടർന്നു. അതായത് എല്ലാ ദിക്കിലും ഈ ശ്രീകൃഷ്ണൻ്റെ യശസ് പടർന്നു. യശസ് പടരുക എന്ന് പറയുമ്പോൾ യശസ്സിന് വെളുപ്പ് നിറമാണ്. ശ്രീകൃഷ്ണൻ അത്ര പ്രായാധിക്യമുള്ള ദീനനായിട്ടുള്ള രാജാവിനെ, മഗധ രാജാവിനെ വധിച്ചില്ല എന്നുള്ള ഒരു പൊൻതൂവൽ കൂടി ശ്രീകൃഷ്ണൻ്റെ കിരീടത്തിലേക്ക് വരികയുണ്ടായത്. ആ രാജാവിനെ പറഞ്ഞയച്ചപ്പോൾ യശസ് എങ്ങും വ്യാപിച്ചു എന്നുള്ളതിനെയാണ് യശസ് വ്യാപിക്കുക എന്നുള്ള വ്യാജേന ദിക്കുകളിലൊക്കെ ഒരു ചിരി വന്നത്, ദിക്കുകൾക്കൊക്കെ ഒരു മന്ദഹാസം വന്നത്. ദിക്കുകളിൽ മന്ദഹാസം വരിക എന്നുള്ളത് കൊണ്ട് ദിക്കുകളൊക്കെ ഈ യശസ് വ്യാപിച്ചു. യശസ്സിനും വെളുപ്പ് നിറമാണ്, പുഞ്ചിരിക്കും വെളുപ്പ് നിറമാണ്. അപ്പോൾ ദിക്കുകൾ പുഞ്ചിരിക്കുകയാണ് ഉണ്ടായത്. പക്ഷെ അത് ശരിക്കും എന്തുപോലെ അഭിനയിച്ചു? ശ്രീകൃഷ്ണൻ്റെ യശസ് പോലെ അഭിനയിച്ചു എന്നാണ് പറയണത്. ഇവിടെ ശ്രീകൃഷ്ണൻ്റെ യശസ് ദിക്കുകളിൽ മുഴുവനും വ്യാപിക്കുക ചെയ്തത്. ദിക്കുകളിൽ വ്യാപിക്കുക എന്ന് പറഞ്ഞാൽ ദിക്കുകൾ തോറും ജനങ്ങളിൽ മുഴുവനും ആ ഒരു വാർത്ത എത്തി. എല്ലാ ജനങ്ങളും അറിഞ്ഞു, അടുത്തടുത്തുള്ള ആൾക്കാരൊക്കെ അറിഞ്ഞു. ജരാസന്ധനെ തോൽപ്പിച്ചു, ജരാസന്ധൻ നാണം കെട്ട് തിരിച്ച് മഗധത്തിലേക്ക് പോയി എന്നുള്ള കഥകൾ എല്ലാവരും അറിഞ്ഞു. അത് ശ്രീകൃഷ്ണൻ്റെ സദ്യശസ്സായിരുന്നു. ആ സദ്യശസ് എന്ന വ്യാജേന ദിക്കുകളിലൊക്കെ ഒരു ചിരി പടർന്നു എന്ന് പറയുമ്പോൾ അവിടെ അപന്യുതിയാണ്. യഥാർത്ഥത്തിൽ ഭഗവാന്റെ യശസ് തന്നെ അതിനെ രൂപം മാറ്റിയിട്ട് അത് ദിക്കുകളുടെ ചിരിയാക്കി മാറ്റി വർണ്ണിച്ചത് കൊണ്ട് അപന്യുതി അലങ്കാരമായിട്ടും നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് 2 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലി നോക്കാം. ഗത്വാരണ ശ്രീഗണികാം സമൂഢോ വിലുപ്ത സർവസ്വതയാ വിഷണ്ണ ജഗാമലജ്ജാവനതേന മൂർധ്ന പ്രവേഷ്ടുമിച്ഛന്നിവ ഗർഭമുർവ്യ സസ്യാവതാരേണ കൃതാപരാധേ ഗവീവ തസ്മിൻ നിഗൃഹീതമുക്തേ യദുപ്രവീരസ്യ യശശ്ചലേന ഹാസോ ജജൃംഭേ ഹരിതാം മുഖേഷു. ജജൃംഭേ എന്ന് പറഞ്ഞാൽ ജൃംഭിച്ചു, വർദ്ധിച്ചു വന്നു. എല്ലാ ദിക്കിലും ഭഗവാന്റെ യശസ് എത്തിത്തുടങ്ങി എന്നർത്ഥം. അങ്ങനെ സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.